ഇപ്പോൾ ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഇത് കണക്ക് ഡയറക്ടർ വിനയനും അതോടെ തന്നെ ദിലീപും ഉണ്ടെങ്കിൽ ശ്രീനിവാസൻ്റെ മരണ വീട്ടിൽ എത്തിയപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഇത് കണക്ക് അവർ തമ്മിൽ സംസാരിക്കാതെ മാറിയിരുന്നത്. ഇത് കണ്ടപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഒരുപാട് പേര് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഇവർ പണ്ട് തൊട്ടേ പ്രശ്നമാണ്, അത് മാറാതെ ഇപ്പോഴും ഉണ്ടെങ്കിൽ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഒരുപാട് പേരുണ്ടെങ്കിൽ പറയുന്നുണ്ട്. പണ്ട് വിനയനുണ്ടെങ്കിൽ ഒരുപാട് ഇത് കണക്ക് ദിലീപിനെതിരെ കുറ്റം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടെങ്കിൽ കോടതിയിൽ നിന്ന് ദിലീപിനെ വെറുതെ വിട്ടു. എന്നിട്ടും ഉണ്ടെങ്കിൽ ഇത് കണക്ക് പിന്നെ സംസാരിക്കാതിരിക്കുന്നത് അത്ര കറക്റ്റായിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ എന്ത് പറയാനുണ്ടെന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് ഇപ്പോൾ വന്ന് ഇത് കണക്ക് രംഗത്ത് വരുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക. എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. ഒരുപാട് പേർക്കുണ്ടെങ്കിൽ ഡയറക്ടർ വിനയനെ അറിയാതിരിക്കുമായിരിക്കും. ഇവരും ദിലീപും അതോടെ തന്നെ വിനയനും പണ്ടൊക്കെ നല്ല കൂട്ടായിരുന്നു. അതിന് ശേഷം ഒരു സ്റ്റേജ് എത്തിയപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഇവർ തമ്മിൽ ഭയങ്കര പ്രശ്നമായി, അധികം സംസാരിക്കാതായി. ഇവരും അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങൾ പറയാനും തുടങ്ങി. അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ എന്തുവാണെന്നുള്ളത് ആൾക്കാർക്ക് അറിയത്തില്ലായിരുന്നു. എന്തുവാണ് ഇവർ തമ്മിൽ നടന്നത്, എന്തുവാണ് അവർക്ക് ഇടയിൽ സംഭവിച്ചതെന്നുള്ള കാര്യമൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷേ അതിന് മുമ്പ് വരെ ഇവർ ഭയങ്കര കൂട്ടായിരുന്നു. പലയിടങ്ങളിലും ഇവർ നല്ലോണം സംസാരിക്കുന്നതൊക്കെ ആൾക്കാർ ഭയങ്കരമായിട്ട് കണ്ടിട്ടുമുണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടെങ്കിൽ ഇവർ തമ്മിൽ ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ അടിയാവുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ ഒന്നും മിണ്ടാതായി രണ്ടുപേർക്കും എതിരെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ തുടങ്ങുന്നതും കണ്ടു. അത് ഈ കേസൊക്കെ വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ദിലീപിനെതിരെ ഒരുപാട് വട്ടം ഉണ്ടെങ്കിൽ ഇത് കണക്ക് സംസാരിക്കുന്നതും കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇത് വെളി വന്നതിന് ശേഷം ഉണ്ടെങ്കിൽ ഇത് കണക്ക് ഒരുപാട് പേര് ഇദ്ദേഹത്തിനെതിരെ വരുന്നുണ്ട്. ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നത്, നിങ്ങൾ പറഞ്ഞതെല്ലാം കള്ളമായല്ലോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. സോ ലേറ്റസ്റ്റ് ആയിട്ടുണ്ട് ഈ ശ്രീനിവാസൻ മരിച്ച സമയത്തുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും പിന്നെയും കാണുന്നുണ്ട്. പക്ഷേ ഉണ്ടെങ്കിൽ അവർ തമ്മിൽ അങ്ങോട്ടൊന്നും മിണ്ടുന്നൊന്നുമില്ല. അത് നമുക്കുണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇവർ തമ്മിൽ കണ്ടിട്ട് പോലും മൈൻഡ് ചെയ്യാത്ത രീതിയിൽ പോകുന്നത്. ആ വീഡിയോ ഞാൻ ഇവിടെ കൊടുക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മരണ വീട്ടിൽ വന്നപ്പോൾ സമയത്തുണ്ടെങ്കിൽ ലാലും അതോടെ തന്നെ ദിലീപും ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവർ തമ്മിൽ അധികം സംസാരിക്കുമെന്ന് തന്നെ ആരും വിചാരിച്ചിരുന്നില്ല. സോ അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനിലുണ്ടെങ്കിൽ അവരവിടെ നിന്ന് സംസാരിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ആയിട്ട് വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഒരുപാട് പേര് ഇവർ തമ്മിലുള്ള പ്രശ്നം തീർന്നോ എന്നൊക്കെ ചോദിച്ച് തന്നെ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതേ സമയത്താണ് ഇതണക്ക് വിനയനും അതോടെ തന്നെ ഉണ്ടെങ്കിൽ ദിലീപും സംസാരിക്കാതിരിക്കുന്നത്. ഇപ്പോൾ വീഡിയോ ഭയങ്കര വൈറലായിട്ട് ഓടുന്നത്. ഇപ്പോൾ അവർ തന്നെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവർക്ക് എന്താ സംസാരിച്ചാൽ കുഴപ്പമെന്നുള്ളതാണ് ഒരുപാട് പേര് ചോദിക്കുന്നത്. ഇതിന് മാത്രം എന്തുവാണ് ഇവർ തമ്മിലുള്ള പ്രശ്നം, എന്താണ് കാര്യം എന്നറിയാൻ വേണ്ടി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പക്ഷേ അതേ സമയത്തുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ ഒരുപാട് പേരുണ്ടെങ്കിൽ കളിയാക്കുകയും അതോടെ തന്നെ മോശമായിട്ടൊക്കെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് നിനക്ക് ഇപ്പോൾ എന്തോ പറയാനുള്ളത്, ഇപ്പോൾ നിനക്കൊന്നും പറയാനില്ല, നീ നേരത്തെ ഒരുപാടുണ്ടെങ്കിൽ ദിലീപിനെതിരെ പറഞ്ഞിട്ടുള്ള ഇല്ലേ, ഇപ്പോൾ എന്താ ഒന്നും പറയാത്തെന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. സോ അതിനൊക്കെ മറുപടി എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് വിനയൻ്റെ ഒരു ഇൻ്റർവ്യൂ വെളിയിൽ വന്നിട്ടുണ്ട്. അതിനകത്തുണ്ടെങ്കിൽ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് തന്നെ പറയുന്നുണ്ട്. നമുക്കത് കേൾക്കാം. ലൈഫിൽ ദിലീപുമായിട്ട് ഒത്തിരി ബന്ധമുണ്ടായിരുന്നു. അദ്ദേഹം പിന്നെ എപ്പോഴാണ് ബന്ധം തകർന്നത്? ആദ്യം ആ ബന്ധം ഉടയുന്നത് ഊമപ്പെണ്ണിനുരിയാടെ പയ്യൻ എന്ന് പറയുന്ന സിനിമയുടെ സമയത്ത് കലൂർ ഡെന്നീസ് ചേട്ടനെ കൊണ്ട് അദ്ദേഹമായിരുന്നു ആ പ്രൊഡ്യൂസറെ കൊണ്ട് വന്നതും ആ സിനിമ പ്ലാൻ ചെയ്യുന്നതും. ഞാനൊരു സബ്ജക്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയായിരുന്നു. ആ സബ്ജക്റ്റ് അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ തിരക്കഥ എഴുതാം. ഞാൻ പറഞ്ഞു ഓക്കെ, നമുക്ക് രണ്ടും കൊണ്ട് ഇരിക്കാൻ ചേട്ടാ, കുഴപ്പമില്ല. അദ്ദേഹത്തിനൊരു പടം ചെയ്യണം. വർഷങ്ങളായിട്ടൊന്നും പുള്ളി പടം ചെയ്തിട്ടില്ല. ഞാനൊരു വാക്ക് കൊടുത്തു പോയി. തെറ്റോ ശരിയായിക്കോട്ടെ, ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് സിനിമ എന്ന് പറയുന്നത് ഒരു സിനിമ തോറ്റാൽ ഏറ്റവും അധികം അത് ബാധിക്കുന്ന ഡയറക്ടറെയാണ്. താരത്തിനടുത്തൊരു പടം ഹിറ്റായാൽ അയാൾ പിന്നെ അങ്ങ് പോകും. പക്ഷേ ഇദ്ദേഹം ദിലീപ് പറഞ്ഞു അത് പറ്റില്ല, അത് മാറ്റണം. അവൻ ചില വിശ്വാസത്തിൻ്റെ പേരിൽ അത് ചേട്ടാ അത് മാറ്റണം. അപ്പം വേറൊരു ചെറുപ്പക്കാരനായ റൈറ്ററേയും കൊണ്ട് ഇവിടെ വന്നു. ഞാൻ പറഞ്ഞു ഇല്ല, വാക്ക് കൊടുത്തു പോയി, അഡ്വാൻസും കൊടുത്തു പോയി. അതിൻ്റെ പേരിൽ ഞങ്ങൾ തമ്മിൽ ചെറിയ വർത്തമാനം. ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു കാര്യം ചെയ്യും, മോനി പടത്തിൽ അഭിനയിക്കണ്ട, ദിലീപിനോട് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനല്ല വേറെ ആരെ അഭിനയിക്കും എന്ന് പുള്ളി ഞെട്ടിപ്പോയി. പുള്ളി പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. സോ ഇദ്ദേഹം പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ ആദ്യത്തെ സമയങ്ങളിലൊന്നും പ്രശ്നമില്ല. ഈ ഉമ്മ പെണ്ണ് ഉരിയാട പയ്യനുണ്ടെങ്കിൽ വന്നതിന് ശേഷമാണ് ഇവർ തമ്മിലുള്ള പ്രശ്നം വരുന്നത്. അതിനകത്തുണ്ടെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ജയസൂര്യ ഉണ്ടെങ്കിൽ നല്ലോണം തന്നെയാണ് അഭിനയിച്ചത്. അത് ഏറ്റവും കൂടുതൽ ജയസൂര്യയുടെ കരിയറിനൊരു തുടക്കം ഇട്ട് കൊടുത്ത പടം എന്ന് പറയുന്നത് അത് തന്നെയായിരിക്കും. അതിലൂടെയാണ് ഇപ്പോൾ കാണുന്ന ജയസൂര്യ വന്നിരിക്കുന്നത്. സോ അതിന് ഇദ്ദേഹം തന്നെയാണ് ഒരു കാരണം എന്ന് പറയുന്നത്. ഇവർ തമ്മിലൊരു അടി ഉണ്ടായപ്പോഴാണ് ആ ഒരു സംഭവം നടന്നിരിക്കുന്നത്. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഏറ്റവും കൂടുതൽ ഡയറക്ടറിനായിരിക്കും ഉണ്ടെങ്കിൽ ഒരു പടം പൊട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പ്രശ്നം വരുന്നതെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. പക്ഷേ അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. നടനോ ഡയറക്ടറിനോ ആയിരിക്കത്തില്ല ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നം വരുന്നത്. ഏറ്റവും കൂടുതൽ ഒരു പടം പൊട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്ന ഒരു പ്രൊഡ്യൂസറിന് തന്നെ ആയിരിക്കും. കാരണം ഇവർക്ക് രണ്ടുപേർക്കും വേറെ ഏതെങ്കിലും ഒരു പടം കിട്ടിയാൽ പോകാം, അല്ലെങ്കിൽ ഈ ഡയറക്ടറിൻ്റെ കാര്യം തന്നെ ആണെങ്കിൽ ഇപ്പോൾ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു നല്ല കഥ വേറെ കിട്ടിക്കഴിഞ്ഞാലോ അത് ചെയ്ത് കഴിഞ്ഞാലോ ആൾക്കാരുണ്ടെങ്കിൽ സ്വീകരിക്കും. അതേപോലെ തന്നെയാണ് നടൻ ഒരു നല്ല കഥ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലൂടെ ആൾക്കാരുണ്ടെങ്കിൽ
പിന്നെ ഉണ്ടെങ്കിൽ ജനപ്രീതി ഉണ്ടെങ്കിൽ നേടിയെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. പക്ഷേ അതേ കണക്കല്ല ഒരു പ്രൊഡ്യൂസറിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഡ്യൂസറിൻ്റെ ഉണ്ടെങ്കിൽ ഒരുപാട് പൈസ ഇട്ടിട്ടായിരിക്കും ഇതിനകത്തോടൊരു പടം എടുക്കുന്നത്. ആ പടം ഉണ്ടെങ്കിൽ പൊട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വരുന്ന നഷ്ടം എന്ന് പറയുന്നത് വളരെയധികം കൂടുതൽ തന്നെ ആയിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹമായിരിക്കും ഒരുപാട് കാര്യങ്ങൾക്ക് പൈസ ഇടുന്നത്. സാറ്റലൈറ്റ് ആയിക്കോട്ടെ, എന്ത് കാര്യം ആയിക്കോട്ടെ, അതിനകത്ത് എല്ലാം ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ കോടിക്കണക്കിന് രൂപ ഉണ്ടെങ്കിൽ ഇതിനു വേണ്ടി ചിലവാക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പടം പൊട്ടി കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിനായിരിക്കും നഷ്ടം വരുന്നത്. അദ്ദേഹം ഉണ്ടെങ്കിൽ ചിലയിടങ്ങളിൽ നിന്നെല്ലാം കടം വാങ്ങിച്ചിട്ടായിരിക്കും ഇതേ കണക്കല്ല ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. സോ ഒരു പടം പൊട്ടി കഴിയുമ്പോഴത്തേക്ക് ഇതേ കണക്ക് ഡയറക്ടറിനോ അല്ലെങ്കിൽ ഇതേ കണക്ക് നടനോ അല്ല ഏറ്റവും കൂടുതൽ നഷ്ടമെന്ന് പറയുന്നത് ഒരു പ്രൊഡ്യൂസറിന് തന്നെ ആയിരിക്കും. ഇവർക്കൊക്കെ വേറെ ഏതെങ്കിലും ഒരു പടം കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് പോകുന്നതായിരിക്കും. പക്ഷേ ഈ സംവിധായകൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കടം ഉണ്ടെങ്കിൽ തന്നെ അത് ഏറ്റവും കൂടുതൽ വലുതായിരിക്കും. അതിനുശേഷം ഇനിയൊരു പടം എടുക്കാൻ തന്നെ ഭയങ്കര പാടായിരിക്കും. സോ ഏറ്റവും കൂടുതൽ ഉണ്ടെങ്കിൽ ഒരു പടം പൊട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത് അതേ ഒരു പ്രൊഡ്യൂസറിനെ തന്നെ ആയിരിക്കും. എന്തായിരുന്നാലും ശരി, ഇതേ കണക്കുണ്ടെങ്കിൽ ഇത് കാരണമാണ് ദിലീപുമായിട്ട് തെറ്റാനുള്ള കാരണമെന്നാണ് ഇപ്പോൾ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് വിനയം പറയുന്നത്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ജയസൂര്യ കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ബന്ധം വഷളാവാൻ കാരണമായതെന്നുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇത് കണക്ക് വിനയം പിന്നെ ആ ഇൻ്റർവ്യൂ തന്നെ പറയുന്നുണ്ട്. സോ അത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ സാധാരണ രീതി ഇദ്ദേഹം പറയുന്ന ഒരു ലോജിക്കുണ്ട്. ഇപ്പോൾ ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട രീതിയിലായിരിക്കും കഥ പോകുന്നത്. ഇപ്പോൾ തീർച്ചയായിട്ടും നായകനായിട്ട് വരുന്നവർക്ക് അവർക്ക് ഓരോരോ ഇഷ്ടങ്ങളുണ്ടായിരിക്കും. എന്നാലും ഒരു കഥ ചെയ്യുന്നതിന് മെയിൻ കാരണം ഒരു കഥയോ അല്ലെങ്കിൽ അതിലെ കഥാപാത്രങ്ങൾ എങ്ങനെ പ്ലേസ് ചെയ്യുന്നതിന് അനുസരിച്ചായിരിക്കും. അതുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് വിട്ടാൽ മാത്രമേ കഥ ജയിക്കാൻ സാധിക്കത്തുള്ളൂ. സോ അതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇദ്ദേഹം പറയുന്നുണ്ട്. അത് നമുക്കുണ്ടെങ്കിൽ കേൾക്കാം. എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ടി വിയിൽ എവിടെയോ കണ്ടിട്ടാണ് ഈ ജയസൂര്യ എന്ന് പറയുന്ന നടനെ തപ്പിയെടുത്തുകൊണ്ട് വരുന്നതും ആ പടം വിജയിക്കുകയും ചെയ്യും. അനുഭവമുണ്ട് എന്നോട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഈ പറയുന്ന ഒരു സംവിധായകൻ്റെയും പ്രൊഡ്യൂസറുടെയും 40 lakhs ഒരുമിച്ച് അഡ്വാൻസ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ അന്നത്തെ റെമ്യൂണറേഷനും അഡ്വാൻസായി മേടിക്കുകയും 2 വർഷത്തോളം അദ്ദേഹം ആ പടത്തിന് ഡേറ്റ് കൊടുക്കാതിരിക്കുകയും അത് വലിയ ഇഷ്യൂ ആവുകയും ചെയ്തപ്പം ഭാഗ്യകേറിന് ഞാനായിരുന്നു മാക്ട ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി. അത് തെറ്റാണ്, അത് തൻ്റെ ഭാഗത്താണ് തെറ്റ്. 3 മാസത്തിനകം അതിനൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ സംഘടനയ്ക്ക് എന്തെങ്കിലും നടപടി എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞാൽ ശരിയാണ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു അന്ന് ഇദ്ദേഹത്തിൻ്റെതാണ് സംഘടന, മലയാള സിനിമ. അതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അന്ന് പവർ ഗ്രൂപ്പ് ലീഡർ അദ്ദേഹമാണ്. ഓരോ കാലങ്ങളിലും അങ്ങനെ ആയിരിക്കുമല്ലോ, മാറി മാറി വരുമായിരിക്കും. ദിലീപ് വരുന്നതിന് മുമ്പ് വേറെ ആടെയിലായിരിക്കും. അതിൽ 2004 ദിലീപ് അത്ര വലിയ സൂപ്പർ സ്റ്റാർ ഒന്നും അല്ലല്ലോ. പ്രിയനന്ദനോട് അന്ന് ആരാ പറഞ്ഞെന്ന് നമ്മൾ അന്വേഷിക്കണം. അപ്പം ഈ സമയത്ത് ദിലീപ് പറഞ്ഞു എന്നെ ചട്ടം പഠിപ്പിക്കാൻ വന്നവൻ ഇൻഡസ്ട്രിയിൽ വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ദിലീപും നമ്മുടെ കോഴിക്കോട് ഡയറക്ടർ രഞ്ജിത്ത് ഇവരെല്ലാം കൂടി ഒരൊറ്റ രാത്രി കൊണ്ടാണ് ഈ മാക്ട ഫെഡറേഷൻ. അപ്പോൾ ഇവരെല്ലാവരും തീരുമാനിച്ചു കഴിഞ്ഞു. സൂപ്പർ താരങ്ങളുടെ ഭാഗത്തുനിന്ന് അപ്പുറത്തുനിന്ന് ഭയങ്കര പ്രഷറുണ്ട്, വിനയൻ എന്ന് പറയുന്ന ആളെ വെച്ചുകൊണ്ട് ഇങ്ങനെ പോകാൻ പറ്റില്ല. അപ്പോഴാണ് ദിലീപിൻ്റെ പേരിൽ ഇങ്ങനെ ആക്ഷൻ വരുന്നത്. എല്ലാം കൂടി ഒത്തുചേർന്ന് വന്നു. മനസ്സിലായോ? സൂപ്പർ താരങ്ങളോട് നിൽക്കുന്ന പ്രൊഡ്യൂസേഴ്സിന് അവർ താരങ്ങൾ പറയുന്നതിന് അപ്പുറത്തേക്കില്ല. ഇതെല്ലാം സോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ് കൊണ്ടായി അന്നത്തെ സംഭവത്തിന് ശേഷം ഇവർ തമ്മിൽ ഭയങ്കരമായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. ഒരു ഈഗോ ക്ലാഷ് എന്ന് പറയാം. നമ്മൾ ഒരുപാട് സിനിമകളുടെ കാര്യം കേട്ട് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഒരുപാട് ഹീറോസും ഡയറക്ടേഴ്സും തമ്മിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നുണ്ടെങ്കിൽ ഒരുപാട് സിനിമകളോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. അങ്ങനെ ഇരിക്കുന്ന സിറ്റുവേഷനാണ് ഇതേ കണക്കൊണ്ട് ഈ ദിലീപിനെതിരെ ഒരു പടത്തിൻ്റെ ഇതേ കണക്ക് പൈസ വാങ്ങിച്ചിട്ട് അതിൽ അഭിനയിക്കുന്നില്ല, ഡേറ്റ് കൊടുക്കുന്നില്ല എന്നുള്ള പ്രശ്നം വന്നപ്പോൾ ഇതേ കണക്ക് വിനയനുണ്ടെങ്കിൽ അതിന് ഇടപെടുന്നെന്ന് മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും ഒരു നടനുണ്ടെങ്കിൽ ഇതേ കണക്ക് ചെയ്യുന്ന അത്ര നല്ല കാര്യമല്ല. ഒരു പടത്തിന് ഇതേ കണക്ക് പൈസ വാങ്ങിച്ചിട്ട് ഒരുപാട് പേരുണ്ടെങ്കിൽ ഡേറ്റ് കൊടുക്കാതെ പോകുന്നതൊക്കെ നമ്മൾ കാണുന്നതാണ്. അതിനെതിരെ ഉണ്ടെങ്കിൽ കേസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഇതേ കണക്കുണ്ടെങ്കിൽ സംഘടനകൾ അതിനെതിരെ സംസാരിക്കുന്നത് നമ്മൾ ഒരുപാട് ന്യൂസ് കേൾക്കുന്നതാണ്. അതേ കണക്ക് തന്നെയാണ് ഇയാൾ സംസാരിച്ചത്. പക്ഷേ അതുണ്ടെങ്കിൽ ഇത് കണക്ക് ദിലീപിന് ഇഷ്ടപ്പെടില്ല. ആ സമയത്തുണ്ടെങ്കിൽ ദിലീപിൻ്റെ ഒരു പീക്ക് ടൈം എന്ന് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു കാലത്തുണ്ടെങ്കിൽ ദിലീപായിരുന്നു ഈ ഇൻഡസ്ട്രി മുഴുവനുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഭരിച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്താണ് ഇതേ കണക്ക് കേസ് വരുന്നതും പിന്നെ ഒരു ഡൗൺഫാൾ പോലെ പോയിക്കൊണ്ടേ ഇരിക്കുന്നതും. സോ അങ്ങനെ ആ സമയത്തുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ ഇറക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ഇതേ കണക്ക് ദിലീപ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു കാര്യമാണ് ഇതേ കണക്ക് പറയുന്നത്. എന്തായിരുന്നാലും ശരി, അന്ന് തൊട്ട് ഇതേ കണക്ക് ഇവർ തമ്മിൽ പ്രശ്നമാണ്. പിന്നെ അധികം ഒന്നും സംസാരമില്ലെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സോ ഇത്രയും നാളായിട്ട് ഇവർ തമ്മിലുള്ള ഇടയിലുള്ള പ്രശ്നമായിരുന്നു ആൾക്കാർക്ക് അറിയാതിരുന്നത്. എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നം, എന്താണ് കാര്യം എന്നുള്ളതൊന്നും ആൾക്കാർക്ക് അറിയത്തില്ലായിരുന്നു. ഒരുപാട് പേരുണ്ടെങ്കിൽ പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട് പറയുന്നുണ്ടായിരുന്നു. അതിനിപ്പോൾ ഒരു മറുപടി എന്നുള്ള രീതിയിലാണ് നമുക്കിതിപ്പോൾ കിട്ടിയിരിക്കുന്നത്. സോ ഇത് നോർമലുള്ള കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പല ഫ്രണ്ട്സുമായിട്ടുണ്ടെങ്കിൽ അടി കൂടിയിട്ടുണ്ടായിരിക്കും. ചിലരുമായിട്ട് ഇപ്പോൾ മിണ്ടെന്ന് പോലും ഇല്ലായിരിക്കും. അതിന് ഓരോരോ കാരണങ്ങളുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഈഗോ ക്ലാഷൊക്കെ ഉണ്ടായിരിക്കും. അതേ കണക്ക് തന്നെയാണ് എല്ലാവരും മനുഷ്യരാണ്. ഓരോരോ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ട്. അവർ തമ്മിൽ അടി ഉണ്ടായിട്ട് ഇപ്പോൾ ഉണ്ടെങ്കിൽ മിണ്ടുന്നില്ല. അത് അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇതാണെങ്കിൽ ശ്രീനിവാസൻ്റെ മരണത്തിന് എത്തിയപ്പോൾ പോലും നമുക്ക് ആ വീഡിയോ കാണാൻ സാധിക്കുന്നതാണ്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്ന പോലും ഇല്ല. സോ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്
രണ്ടുപേരും ഇപ്പോൾ സംസാരിക്കുന്നൊന്നുമില്ല, അത് ഇൻട്രസ്റ്റും ഇല്ല, ഇനി അങ്ങോട്ട് സംസാരിക്കാൻ താല്പര്യം കാണിക്കുന്നില്ലെന്നാണ്. ഇനി അത് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇനി ഭാവിയിൽ അവർ തമ്മിൽ സംസാരിച്ചാൽ മാത്രമേ ഇതിൽ നിന്നൊരു ഇത് കണക്ക് പഴയ കണക്ക് സംസാരിക്കുക അല്ലെങ്കിൽ കൂട്ടായ്മയാവാൻ കഴിയത്തുള്ളൂ. അതല്ലെങ്കിൽ ഇതേ കണക്ക് തന്നെ ആയിരിക്കും. ഒരുപാട് പേരുണ്ട് ഇദ്ദേഹത്തിൻ്റെ പിന്നെയും ഇത് കണക്ക് ദിലീപിൻ്റെ പേരും പറഞ്ഞ് എതിർക്കുകയോ അല്ലെങ്കിൽ തെറി വിളിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. എന്തായാലും ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇദ്ദേഹം കൊടുത്തുള്ള ഒരു ഇൻ്റർവ്യൂവിലാണ് ഇദ്ദേഹത്തിൻ്റെ ഭാഗം എന്തോന്ന് ക്ലിയർ ചെയ്യുകയും എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്നുള്ളൊരു സംഭവം നമുക്ക് മനസ്സിലാകുകയും ചെയ്തിരിക്കുന്നത്.